ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അത് ജാൻവിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന്. സോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം എനിക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ കാറ് കയറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ആളെ കാണിച്ചു തരാം കേട്ടോ. ഹായ് പറ, ഹായ് പറ, ഹായ് ഹായ് തമ്പായി ഒന്ന് പതിച്ചാല് പതിച്ചാല്. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കണ്ണഞ്ചേരി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ ഇതേ ജാൻവി എത്തിയപ്പോൾ തന്നെ അവളുടെ കലാപരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. തൊഴാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പൂജാരിയുടെ അടുത്തുനിന്ന് തീർത്ഥം വാങ്ങിച്ചിട്ട് നമ്മൾ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രസാദം അദ്ദേഹം അവളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചന്ദ്രൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 4 ഡോട്ട്സ് ആയിട്ടായിരുന്നു. അങ്ങനെ അവളിത് ചന്ദ്രൻ വാങ്ങി വരികയാണ്. തൊട്ടോ നെറ്റിയിൽ തൊട്ട്. ഇവിടുന്ന് പുഷ്പാഞ്ജലി, നെയ്പായസം, പ്രസാദം ഇതൊക്കെ നേർച്ചയ്ക്കിട്ട് ഇനി നമ്മൾ അടുത്തതായിട്ടുള്ള ഇവിടെ തിരുവിച്ചിറ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോട്ടാണ് അടുത്തായിട്ട് നമ്മൾ പോകാൻ പോകുന്നത്. സോ അവിടെ തിരിക്കാം. ഇതിൻ്റെ അകത്ത് ഒരു പ്രസാദമുണ്ട്. എനിക്കാണ് ഭയങ്കര വിശന്നിട്ട് വയ്യ. ഞാനിത് കാർന്ന് തന്നെ കഴിക്കാൻ പോവാണ്. ഇവിടെ ആന കണ്ട് പോയി അതാ പോണു. സാരി കുത്തു കാണില്ല, കണ്ടോ? പഴം നല്ല വെള്ളം കണ്ടിട്ടുണ്ട് ഇതിന്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ചെറിയമ്മേനെ കാണാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയമ്മയും ചേട്ടും ഇതേ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം രാവിലെ തന്നെ ചെറിയമ്മ ജാൻവീൻ്റെ അടുത്ത് ബർത്ത്ഡേ വിഷസൊക്കെ പറയുകയാണ് കേട്ടോ. ഇത് ഫൈനലി ഞങ്ങളിത് തിരുച്ചിറ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. കുളത്തില വലിയ വലിയ മുഴു ഉണ്ട് കേട്ടോ അവിടെ. സോ നമുക്ക് ഇങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല. അതുകൊണ്ട് നമുക്ക് കുളത്തിലൊന്നും ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ട്വിൻസ് ബേബീസിൻ്റെ ചോറോണും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതിനായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇവർ പാലക്കാട് നിന്ന് വരാണ് കേട്ടോ. അപ്പം ചേച്ചിയുടെ വീട് കോഴിക്കോടാണ്. അപ്പം അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ഒരു ചോറൂണ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ചോറൂണും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിട്ടു. ഇനി നമുക്ക് ഈവനിങ് ഫംഗ്ഷൻ്റെ സമയത്ത് കാണാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഈ ഒരു ഡെക്കോർ ചെയ്തിരിക്കുന്നത് ആനിമൽ കിങ്ഡം, അതായത് ജംഗിൾ തീമിലാണ്. ബിക്കോസ് അവൾക്ക് ആനിമൽ കിങ്ഡം ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിലിരുന്നിട്ട് തന്നെ അവൾ ഓരോ മൃഗങ്ങളെയും വീക്ഷിക്കുന്നത് ഞാൻ കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു തീം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞാൻ നേരെ ഓടിച്ചെന്നത് കിച്ചണിലോട്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഇത് ഓരോരുത്തരായിട്ട് ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ബീഫ് ഫ്രൈ ആണ്. അപ്പം കിച്ചണിൽ നോക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് അവസ്ഥ. ഒരു ഫംഗ്ഷൻ വന്നാൽ വീടിൻ്റെ കിച്ചണിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. സോ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, അതുകൊണ്ട് ബീഫ് ഫ്രൈ, പൊറോട്ട ആൻഡ് ഫ്രൂട്ട് സലാഡ് ഇതൊക്കെയാണ് ഫുഡിന് നമ്മൾ തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ ഓരോരുത്തരായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അബേട്ടാ ഹായ് പറ. ഭയങ്കര തിരക്കായി പോയി. സോ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി ഞാൻ ദിസ് ഇസ് മൈ ഫാമിലി. അപ്പൊ ഇത് എന്റെ മമ്മി, ഇത് അമ്മയുടെ അമ്മ, ഇത് അച്ഛമ്മ, അത് പാപ്പൻ, ഇത് ആന്റിയുടെ പുത്രന്മാരാണ് ഇതൊക്കെ കേട്ടത്. ഇത് മൂത്താള്, ഇത് ഇളയാള്, മൂത്താളുടെ വൈഫാണിത്. അവരുടെ കുട്ടിയാണ് ഈ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാരും ഒന്ന് ഹായ് പറ. പിന്നെ ഇത് ഓരോരുത്തരും ഓരോരോ ഡ്യൂട്ടിയിലായിരുന്നു. ചേച്ചി മോന് ഊണ് ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, നിങ്ങൾ കേട്ടോ ഗൈസ്.
ജാനുക്കുട്ടി ഇത് അവളുടെ പേഴ്സൻ്റെ അടുത്താണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് പപ്പയുടെ ഭയങ്കര ഇഷ്ടമാണ്. നേഹയുടെ പപ്പയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ജാൻവി അല്ലുവിൻ്റെയും കുറച്ച് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അവരും എൻജോയ് ചെയ്യട്ടെ അല്ലേ. അങ്ങനെ ഇതേ അമ്മും പൊന്നൂസും കൂടി നമ്മൾ ട്വിങ്സ് ബേബീസിന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം ഈ ട്വിങ്സ് ബേബീസ് അവരുടെ ബർത്ത്ഡേ വ്ളോഗ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കാണാത്തവരൊക്കെ പോയി കണ്ടിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് ഇതേ ലാസ്റ്റ് ചേട്ടന്മാരുടെ ഊഴമാണ്. ഇവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരിക്കണം. ഞാനൊക്കെ ലാസ്റ്റായിരുന്നു ഇരുന്നത്. ബിക്കോസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അല്ലേ. നമ്മളൊരു ഫംഗ്ഷൻ വയ്ക്കുമ്പോൾ അത് ഭംഗിയായി തീരണം നമ്മളും കൂടി കടമയാണല്ലോ. ഇത് എല്ലാവരും ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കുറേ പേര് ഇറങ്ങി. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഇറങ്ങണമെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പം എല്ലാവരും ബൈ 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 പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നൊരു ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹലോ, അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയും കാര്യങ്ങൾക്കും അടിപൊളിയായി തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്ന് കുറച്ച് ലാഗായി. ബിക്കോസ് ഞാൻ ഒന്നാമത്തെ കാരണം നമ്മളായിട്ട് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സും എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് ഫുൾ ഇൻവോൾവ് ആയി ചെയ്യുന്നത് കൊണ്ട് തന്നെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയതെല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം ചെറിയ ചെറിയ ക്ലിപ്സ് എനിക്ക് പറ്റാവുന്ന സമയങ്ങളിലാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് തന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി, സ്പേസ് ഇല്ല. എന്നിട്ട് ഞാൻ എൻ്റെ ചേട്ടൻ വന്ന സമയത്ത് അവൻ്റെ ഫോണൊക്കെ വാങ്ങിയിട്ടാണ് ഓരോ ക്ലിപ്സൊക്കെ എടുത്തിട്ട് ഇപ്പോൾ എല്ലാം സെൻഡ് ചെയ്ത് ഒന്നും കൂടി എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയേ ഉള്ളൂ. ഞാനിനി വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടി ബർത്ത്ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.